Hello my loves, welcome to Surat Says. So in 2026 ആയിട്ട് എന്റെ ഫസ്റ്റ് MC വർക്ക് ആണ് and it's very special. So yes, നമ്മൾ നമ്മുടെ വർക്ക് സ്പേസിലെത്തി. ഉദയൻ കൺവെൻഷൻ സെന്ററിലാണ്. കൊച്ചി ആണ് നമ്മുടെ സ്ഥലം വന്നിട്ട്. So the preparations are going. Natasha and Alexന്റെ grand weddingന്റെ preparations ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. So this is our working space today. ഇവിടെ preparations ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. It's a really big auditorium ആണ്. So yes, I'm ready, all good. I changed my specs, black color transparent specs which and കുറച്ച് accessories. Also I have a ring here. സ്റ്റേജ് എല്ലാം സെറ്റായി, ബൗൺസേഴ്സും സെറ്റായി ബിക്കോസ് ഓൺലൈൻ മീഡിയക്ക് നമ്മൾ എൻട്രി കൊടുക്കുന്നില്ല. ഫൈവ് മിനിറ്റ്സിനുള്ളിൽ തന്നെ നമ്മുടെ ഈ ഗ്രാൻഡ് വെഡിങ് നമ്മൾ തുടങ്ങുന്നതായിരിക്കും. ആസ് യു നോ, നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ കിട്ടിയത് നമുക്ക് അറിയാൻ പറ്റും 12:04 മുതൽ 12:30 വരെയാണ് നമ്മുടെ മുഹൂർത്തത്തിന്റെ സമയം. സോ അതിന് മുന്നേ തന്നെ നമ്മുടെ നടാഷ അലക്സ് നമ്മുടെ ചെറുക്കന് പെണ്ണും ഇവിടെ എത്തുന്നതായിരിക്കും. അതുവരേക്കും നമ്മുടെ ഈ സ്റ്റേജും ഈ കൃഷ്ണനൊക്കെ നിങ്ങൾ നോക്കി കുറച്ച് ഡിവോഷനിലായി ഈ ഒരു മ്യൂസിക്കും ഈ അറ്റ്മോസ്ഫിയർ ഒക്കെ എൻജോയ് ചെയ്തിരിക്കുക. January 7 2026 പലരുടെയും ആദ്യത്തെ ഒരു ഫംഗ്ഷൻ ആയിരിക്കും. സോ നമ്മൾ ആ മാക്സിമം എൻജോയ് ചെയ്ത് മാക്സിമം ഹാപ്പി ആയിട്ട് പോകണം. താങ്ക് യു സോ മച്ച് ഫോർ ദ പേഷ്യൻസ്. ഞാൻ നിങ്ങളെ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ മാക്സിമം എൻജോയ് ചെയ്യുക. നല്ല നല്ല അനുഗ്രഹങ്ങൾ നമുക്ക് കൊടുക്കാൻ സാധിക്കട്ടെ. നല്ലൊരു കൈഡി നമുക്ക് കൊടുക്കാം അല്ലെ പ്ലീസ്. ഞാൻ പറഞ്ഞു ഇന്ന് നമുക്ക് സൗജന്യമായി സന്തോഷമായി കൊടുക്കാൻ പറ്റുന്നത് നല്ല കൈഡികളും നല്ല അനുഗ്രഹങ്ങളും മാത്രമാണ്. സോ മാക്സിമം നല്ലൊരു ക്ലാപ്സ് നിങ്ങൾ കൊടുക്കാൻ റിക്വസ്റ്റിംഗ്. കാരണം ഇതൊരു മോസ്റ്റ് ബ്യൂട്ടിഫുൾ മൊമെന്റിന് വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന ദൈവത്തിനോട് മാത്രമല്ല നടാഷയും എലക്ഷനോടുമാണ് നമ്മൾ താങ്ക് യു പറയേണ്ടത്. സോ നിങ്ങളുടെ അപ്രീസിയേഷൻ, നിങ്ങളുടെ ലവ്, നിങ്ങളുടെ കെയർ, നിങ്ങളുടെ ക്ലാസ് വന്നിരിക്കുന്നത് ആ ഒരു പ്രണയം ഒരു പ്രശ്നമില്ലാതെ നല്ല കൈഡ് കൊടുക്കാം. വാവ്, ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മൊമെന്റ്. ഇന്നത്തെ ഏറ്റവും നല്ലൊരു മൊമെന്റ് ആണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ദ പിക്ചർ. ഈ ഒരു സീരിയൽ തന്നെ ഭയങ്കര ഹാപ്പിയാണ് കാണുമ്പോൾ അല്ലെ. നല്ല കൈഡ് കൊടുക്കാം. സ്റ്റേജിൽ മാത്രമായിരുന്നില്ല ഈ ഒരു ഓളം ഉണ്ടായിരുന്നു, ഓഡിയൻസ് മൊത്തത്തിൽ ഫുള്ളി വൈബ്രന്റ് ആയിരുന്നു. ക്യാമറ അഗെയിൻ റിക്വസ്റ്റ് ചെയ്യും, കാരണം ഇന്നത്തെ ഒരു ദിവസം ഇത് തിരികെ കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം ആയിട്ടൊരു ക്വൻ എസെൻഷ്യൽ ഒരു പെർഫെക്റ്റ് എൻഗേജിംഗ് എലഗന്റ് ആയിട്ടൊരു സ്മൈൽ നമുക്ക് കൊടുക്കാൻ സാധിക്കട്ടെ. താങ്ക് യു. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഞാനാണ്. കാര്യം ഇഷ്ടത്തിന് അങ്ങനെയൊന്നുമില്ല, വേർതിരിവില്ല. ആരെ വേണമെങ്കിലും നമുക്ക് സ്നേഹിക്കാം, ഇഷ്ടപ്പെടാം. It was nice moments. Thank you so much, Natasha. So beautiful moment today. Thank you so much. സ്വപ്നം കാണാറുണ്ടോ? അത് ഇവർക്ക് വേണ്ടി പ്ലീസ്. രഞ്ജുനെ കൂടെ നമ്മൾ രണ്ടുപേരെ പഠിക്കാം. ഇതാ രഞ്ജു എനിക്ക് പഠിച്ചു കൊടുത്തവാ. ഇവിടെ ഞാൻ പറഞ്ഞേ പറ്റുള്ളൂ, കാരണം ജാനുവിനെ കുറെ നാളുകളായിട്ട് ട്രോളിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഞാനും ജാനുവും കൂടി തായ്ലാന്റിൽ പോയപ്പോൾ രാത്രി 3 മണിക്ക് ഞാൻ ജാനുവിനെ പഠിപ്പിച്ച പാട്ടാണിത്, സ്വർണ്ണമുഖിലെ. പിന്നെ തായ്ലാന്റിൽ ഞങ്ങൾ ഫുള്ള് കറങ്ങുമ്പോ ഇവള് നല്ല അസലായിട്ട് പാടുന്നുണ്ട്. സത്യം, ഇവള് നല്ല അസലായിട്ട് പാടും. പക്ഷെ അന്ന് എന്തോ കണ്ടകച്ചന് ചുറ്റി നിന്നത് കൊണ്ട് ഇവക്ക് 5-6 വെള്ളി പടപെടായിരുന്നു. അപ്പം സ്വർണ്ണമുഖിലെ വെള്ളി മുഖിലായി പോയി. പഠിപ്പിച്ച ഗുരുവിന്റെ മുന്നിൽ തന്നെ പാടാൻ സാധിച്ചു. ആ ഒരു ലക്കി മൊമെന്റ് ആണ് ഇപ്പോ. സ്വർണ്ണമുഖിലേ സ്വർണ്ണമുഖിലേ സ്വപ്നം കാണാറുണ്ടോ നീ, സ്വപ്നം കാണാറുണ്ടോ. സ്വർണ്ണമുഖിലേ
സ്വന്തമുകിലേ സ്വപ്നം കാണാറുണ്ടോ നീയും? മീറ്റിംഗ് പിങ്കി വാസ് ദി ഹൈലൈറ്റ് ഓഫ് ദ ഡേ. ആൾ ഇവിടെ വന്നതും എന്നെയാണ് കോൺടാക്ട് ചെയ്തത്. അപ്പം ഞാൻ എൻ്റെ MC ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം എനിക്ക് സ്റ്റേജിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു ലൈക്ക് സദ്യ കഴിക്കാൻ പോകുന്ന സമയത്ത് പിങ്കിനെ കാണാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ നല്ലൊരു സർപ്രൈസ് ഒക്കെ കൊടുത്തിട്ട് പോയത്. ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്ന ഒരു ബന്ധം അത് പിങ്കി ചേച്ചിയുടെയാണ്. ഷീ സോ സ്വീറ്റ്. മക്കളെ നോക്ക് സോ യെസ് നമ്മുടെ ബ്രൈഡ് ആൻഡ് ഗ്രൂമിന്റെ കൂടെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് കളറായി കേക്കട്ടെ. എങ്ങനെ ഉണ്ടായിരുന്നു പോസ്റ്റിംഗ്? അടിപൊളിയായിരുന്നു. ഇഷ്ടപ്പെട്ടു? പിന്നെ തീർച്ചയായും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഫാമിലിക്ക് സജസ്റ്റ് ചെയ്യില്ലേ? ലാസ്റ്റ് നോട്ട് ദ ലീസ്റ്റ്, എ പേഴ്സൺ ഹു ഐ എം വെരി താങ്ക്ഫുൾ അബൌട്ട്. ഈ ഒരു വർക്ക് എനിക്ക് കിട്ടാൻ കാരണം ഇറ്റ്സ് ബിക്കോസ് ഹെയ്ദിയാണ്. സോ ഹെയ്ദിക്ക് ഒരു കുഞ്ഞ് എൻ്റെ വക ഒരു കുഞ്ഞ് ടോക്കൺ ഓഫ് ലവ് ആണ് കൊടുക്കുന്നത്. ആൻഡ് ഷി ഗോട്ട് ഇമോഷണൽ. അത് ആളുടെ ഡാഡിയുടെ കൂടെയുള്ള ഫോട്ടോ ആയിരുന്നു. ആൻഡ് യാ ഐ എം സോ ഹാപ്പി ടു ഗിവ് ദാറ്റ്. നീ ഹസ്ബൻഡിനോടുള്ള ഫോട്ടോ ഒരു ഗെറ്റ് പോലെ മിററൊക്കെ നോക്കി ഹാപ്പി ആയിട്ടിരിക്കുക. ഹാപ്പി ആയിട്ടിരിക്കുക. വെരി സ്ട്രോങ്. ഐ നോ. അയ്യോ കരയല്ലേ. അച്ഛന്റെ ഫോട്ടോ നല്ലൊരു ഫോട്ടോ അല്ലായിരുന്നു അച്ഛന്റെ കൂടെ. പക്ഷെ ഹാപ്പി കൊടുക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. ഹലോ, സോ എവറിത്തിങ് ഇസ് ഡൺ. അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇറ്റ് വാസ് എ ഹെക്ടിക് ഡേ ആയിരുന്നു, ബട്ട് ടോട്ടലി വർത്ത് ആയിരുന്നു. 2026 നല്ലൊരു വർക്ക്. ആൻഡ് ഹാവ് ടു അഡ്മിറ്റ് വൺ തിങ് ദാറ്റ് ഭയങ്കര സ്വീറ്റ് ആയിട്ട് ആൾക്കാർ, ബിക്കോസ് ഹെയ്ദി, നടാഷ, എല്ലാവരും ലൈക്ക് ഞാൻ കാണാൻ ആഗ്രഹിച്ച ഒരുപാട് പേരെ കണ്ടു. കുറെ പേര് ഇന്റർവ്യൂകൾ കാണുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു. സോ മോർ ദാൻ എ വർക്ക്, ഇറ്റ്സ് ലൈക്ക് റിയുണൈറ്റിംഗ് വിത്ത് എ ഫാമിലി ഫീൽ ആണ്. പിന്നെ ഒരുപാട് പേരെ നമുക്കറിയാം, മുന്നേ ഇവിടെ കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു. നമ്മൾ ഓരോ പ്രോഗ്രാംസ് ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ കണ്ടു. പിന്നെ പിങ്കി ചേച്ചീനെ കണ്ടു. ഐ എം സോ ഹാപ്പി. പിങ്കി ചേച്ചിക്ക് ഗിഫ്റ്റ് കൊടുത്തു. അങ്ങനെ ഭയങ്കര ഹാപ്പി. സോ എല്ലാം ഈ വ്ളോഗിൽ കണ്ടെന്ന് വിചാരിക്കുന്നു. സോ യെസ്, നമ്മൾ ഊബറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇതിനുശേഷം ലൈക്ക് നമ്മൾ തൃശ്ശൂർ പോകുന്നു. ആൻഡ് യെസ്, അതുവരേക്കും എല്ലാവരും ഹാപ്പി ഹെൽത്തി ആയിട്ടിരിക്കുക. ആൻഡ് ഓൾസോ if you're not subscribing my channel, please do subscribe. Surat says ആണ്. Bye my loves.